മിഡീസ് ടവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിലെ അനധികൃത നിർമ്മാണ വിവാദത്തിൽ സബ് കളക്ടറെ പിന്തുണച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ജനപ്രതിനിധികൾ തടഞ്ഞത് നിയമപരമായ നടപടികൾ സ്വീകരിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയെന്ന് റവന്യൂ മന്ത്രി. രേണുരാജിനെതിരെ എസ് രാജേന്ദ്രൻ MLA സ്പീക്കർക്ക് പരാതി നൽകി. ഡൽഹി കരോൾബാഗ് തീപിടുത്തത്തിൽ 3 മലയാളികളടക്കം 17 മരണം. മരിച്ച മലയാളികൾ എറണാകുളം സ്വദേശികൾ. 10 മലയാളികളെ രക്ഷപ്പെടുത്തി. ഷാർജയിൽ കെട്ടിടങ്ങളുടെ സുരക്ഷ ശക്തമാക്കാൻ സിവിൽ ഡിഫൻസ് വിഭാഗം കടുത്ത നടപടികൾക്കൊരുങ്ങുന്നു. അപകടം വരുത്തിവെക്കുന്നവരിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏഷ്യൻ വംശജരാണ് കൂടുതൽ. തീപിടുത്ത സാഹചര്യവും മറ്റും ഒഴിവാക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകും. അഗ്നിബാധ, ബാൽക്കണിയിൽ നിന്ന് കുട്ടികൾ വീണ് മരിക്കുന്ന തുടർച്ചയായ സംഭവങ്ങൾ എന്നിവ സുരക്ഷാ ക്രമീകരണങ്ങളിലെ അപാകതയുടെ തെളിവുകളാണെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് വിഭാഗം വിലയിരുത്തി. നിയമലംഘകർ വലിയ ഫൈൻ തന്നെ ഇതിന്റെ ഭാഗമായി ഒടുക്കേണ്ടി വരുമെന്ന് ഷാർജ ഫയർ ആൻഡ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഡയറക്ടർ ജനറൽ സമി കമീസ് അൽ നഖ്ബി പറഞ്ഞു. സിവിൽ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെട്ടിടത്തിന് നഗരസഭയിൽ നിന്നുള്ള ലൈസൻസ് കിട്ടിയാലുടൻ സിവിൽ ഡിഫൻസിൽ നിന്നും അംഗീകാരം വാങ്ങിയിരിക്കണം. ഇത് പലരും പാലിക്കുന്നില്ലെന്ന് അധികൃതർ കണ്ടെത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ നിലവാരമനുസരിച്ച് കെട്ടിടങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നിങ്ങനെ സ്റ്റിക്കറുകൾ പതിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അടുത്തിടെ ഷാർജയിലെ ഒരു വില്ലയിൽ അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് 5 പേർ മരണപ്പെട്ടിരുന്നു. ഈ സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. മീഡിയ 1 ഷാർജ. സൗദിയിൽ കഴിഞ്ഞ വർഷം തൊഴിലിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 47 പേർ മരിച്ചതായി റിപ്പോർട്ട്. 7000-ഓളം പേർക്ക് തൊഴിലിടങ്ങളിൽ വെച്ച് പരിക്കേറ്റു. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിലെ തൊഴിലിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരണപ്പെട്ടത് 47 പേരാണ്. 291 പേർക്ക് അംഗവൈകല്യവും സംഭവിച്ചു. 7000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 112-ഓളം സ്ത്രീകളാണ്. ഇവരിൽ 60-ഓളം സൗദി വനിതകളുമുണ്ട്. വിവിധ രാജ്യക്കാരായ 52-ഓളം വിദേശി വനിതകൾക്കും തൊഴിലിടങ്ങളിൽ വെച്ച് പരിക്കേറ്റു. 500-ഓളം സ്വദേശികൾക്കും 6500-ഓളം വിദേശികൾക്കുമാണ് പോയ വർഷം തൊഴിലിടങ്ങളിൽ വെച്ച് പരിക്കേറ്റത്. ഇവരിൽ 4000-ഓളം പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. 3000-ഓളം പേർ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. എന്നാൽ 291 പേർ വിവിധ തരം വൈകല്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിന്റെ കണക്കുകളാണിത്. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനമായി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച ലെവി ഇളവിനുള്ള അപേക്ഷകൾ ഈ മാസം 19 മുതൽ സ്വീകരിക്കും. തൊഴിൽ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 5 നിബന്ധനകളാണ് ഇതിനായി പൂർത്തിയാക്കേണ്ടത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള തഹ്ഫീസ് പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കാൻ 5 നിബന്ധനകളാണ് മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓൺലൈൻ വഴി അപേക്ഷ, സ്ഥാപനത്തിന്റെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ കാലാവധി ഉള്ളതായിരിക്കുക, സ്ഥാപനം നിതാക്കാത്തിൽ പ്ലാറ്റിനം പച്ച ഗണത്തിലായിരിക്കുക, മഞ്ഞ ചുവപ്പ് ഗണത്തിലുള്ളതെങ്കിൽ സ്വദേശികളെ നിയമിച്ച പച്ചയിലേക്ക് ഉയരുക, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക എന്നിവയാണ് നിബന്ധനകൾ. ബാങ്ക് വിവരങ്ങൾ നേരത്തെ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ നൽകിയിട്ടില്ലാത്ത സ്ഥാപനങ്ങൾക്ക് അക്കൗണ്ട് രേഖകൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിവരങ്ങൾ നൽകാവുന്നതാണ്. ഇബാൻ ഉൾപ്പെടെയുള്ള അക്കൗണ്ട് വിവരങ്ങളാണ് നൽകേണ്ടത്. അപേക്ഷ ഫയലിൽ സ്വീകരിച്ചാൽ സ്ഥാപനത്തിന് മൊബൈൽ സന്ദേശം ലഭിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. അസർപുളിയിൽ മീഡിയ 1 റിയാദ്. സൗഹൃദ സന്ദർശനത്തിനായി ജോർദാനിലെത്തിയ കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അൽ ഹമദ് സബാഹ് അബ്ദുള്ള രാജാവുമായി കൂടിക്കാഴ്ച നടത്തി. അമ്മാനിലെ അൽ ഹുസൈനിയ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര സുഹൃത്ത് ബന്ധം ശക്തമായി തുടരുന്നതിൽ ഇരുവരും സംതൃപ്തി രേഖപ്പെടുത്തി. അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന്റെ കത്ത് പ്രധാനമന്ത്രി അബ്ദുള്ള രാജാവിന് കൈമാറി. ജോർദാൻ പ്രധാനമന്ത്രി ഡോക്ടർ ഉമർ അൽ റസാസുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ 15 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉംറയ്ക്ക് കൊണ്ടുപോകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്ത്രീകളിൽ നിന്നും പണം കൈപ്പറ്റിയ ട്രാവൽസ് ഉടമയുടെ വീടിന് മുന്നിൽ സ്ത്രീകളുടെ പ്രതിഷേധം. അൽബൈത്ത് ഹജ്ജ് ഉംറ ട്രാവൽസ് ഉടമ TT അബ്ദുറഹിമാനാണ് 15-ലധികം ആളുകളിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചത്. എയർപോർട്ടിൽ ഇവരെ എത്തിച്ച ശേഷം അബ്ദുറഹിമാൻ മുങ്ങുകയായിരുന്നുവെന്ന് വഞ്ചിക്കപ്പെട്ടവർ പറയുന്നു. പാസ്പോർട്ട് അടക്കം നഷ്ടപ്പെട്ട സ്ത്രീകൾ ഇതോടെ ദുരിതത്തിലായി. അൽബൈത്ത് ഹജ്ജ് ഉംറ സർവീസ് എന്ന പേരിലാണ് അരീക്കോട് കോഴക്കട്ടൂർ സ്വദേശി ഹിപ്നോട്ടിക് കൗൺസിലർ TT അബ്ദുറഹിമാൻ നിരവധി സ്ത്രീകളിൽ നിന്ന് പണം തട്ടിയത്. കൊണ്ടോട്ടി, എടവണ്ണപ്പാറ, അരീക്കോട്, പാലക്കാട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 20ഓളം പേർ ഉംറയ്ക്ക് പോകാൻ തയ്യാറായി കരിപ്പൂർ എയർപോർട്ടിലെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്താകുന്നത്. നിരവധി സ്ത്രീകൾക്കാണ് എയർപോർട്ടിലെത്തി മടങ്ങേണ്ടി വന്നത്. ഉംറയ്ക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ടും 3 നാളെ പൈസയും കൂടി ഞാൻ മൂപ്പരെടുത്ത് എക്കാറമ്പത്ത് നിന്ന്
കൊടുത്താണ്. മൂപ്പര് കൊണ്ടുപോയിക്കോളാന്ന് വാഗ്ദാനം ചെയ്തൊരു 31-ാം തീയതി പറഞ്ഞ്, ഒരു 13-ാം തീയതി പറഞ്ഞ്, 13-ാം തീയതി ഞങ്ങൾ എയർപോർട്ടിൽ വന്ന്, തിരൂരാണ് ഞങ്ങളുടെ സ്ഥലം. അവിടെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മൂപ്പര് പറഞ്ഞാട്ടെ ഇന്ന് കയറാൻ പറ്റൂലെന്ന്. പിന്നെ മൂപ്പര് ഫോണ് സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഫോണ് വിളിക്കണത് വൈകുന്നേരം 4 മണിക്കാണ്. നമുക്ക് വെള്ളിയാഴ്ച 2 മണിയോട് കൂടിയിട്ട് നമ്മളെ കാര്യമെല്ലാം തീരുമാനമാവും എന്ന് പറഞ്ഞ് അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം കണ്ടില്ല. ഏറെക്കാലം സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ടാണ് പലരും തീർത്ഥാടനത്തിന് തയ്യാറായത്. ഇത് വിശ്വസിച്ചേൽപ്പിച്ച അബ്ദുറഹിമാനാണ് ഇവരെ വഞ്ചിച്ചതെന്നും സ്ത്രീകൾ പറയുന്നു. ഉംറക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തതാണ്, പാസ്പോർട്ടും പൈസയും കൊടുത്തതാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ പൈസ 47,000 കൊടുത്ത്, അതേ പ്രകാരം ഇവരൊക്കെ ഓരോരുത്തരെ പൈസയും പാസ്പോർട്ടൊക്കെ കൊടുത്ത് 13-ാം തീയതിയാണ് ഞങ്ങളോട് പറഞ്ഞത് പോകുന്നു. എന്നിട്ട് ഇവരൊക്കെ 13-ാം തീയതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇവർ കരിപ്പൂരി അവിടെ ചെന്ന് നിൽക്കുകയാണ്. അവിടെ ചെന്ന് നിന്നപ്പോൾ ഇയാളെ കാണുന്നില്ല, ഇയാളൊരു വിവരം കൊടുക്കണില്ല. മടങ്ങിക്കോളി ഇന്നായിട്ടില്ല അതൊന്നും ഇയാൾ പറയണില്ല. ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ കഷ്ടപ്പെട്ട് ഇടങ്ങേറായി, പൈസയൊക്കെ കുറേ ചിലവായി, ഓലിങ്ങോട്ട് തന്നെ മടങ്ങുക ചെയ്യണത്. അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും ശക്തമായ നടപടിയില്ലെന്നാണ് സ്ത്രീകളുടെ ആക്ഷേപം. ഇതോടെയാണ് വീട്ടുപടിക്കലെത്തി സ്ത്രീകൾ പ്രതിഷേധിച്ചത്. അരീക്കോട്, വാഴക്കാട്, തിരൂർ, തൃപ്പനച്ചി, കിഴിശ്ശേരി, വിളയിൽ, എടവണ്ണപ്പാറ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പിനിരയായത്. സംഭവത്തെ തുടർന്ന് അരീക്കോട് പോലീസ് സ്ഥലത്തെത്തി. ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചെന്നും പോലീസ് അറിയിച്ചു. മീഡിയ 1 മലപ്പുറം. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ മക്ക ഹറമിൽ സന്ദർശനം നടത്തി. മസ്ജിദുൽ ഹറമിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ കിരീടാവകാശി വിലയിരുത്തി. സൗകര്യങ്ങളും സംവിധാനങ്ങളും പരിശോധിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. മസ്ജിദുൽ ഹറമിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനാണ് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയത്. 3ാമത് സൗദി വികസന പദ്ധതി എന്ന പേരിൽ മസ്ജിദുൽ ഹറമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. വികസനം പൂർത്തിയാവുന്നതോടെ ഹറമിൽ 18,50,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളാനാകും. ശീതീകരണ നിലയം, വാട്ടർ സ്റ്റേഷനുകൾ, വൈദ്യുതി നിലയങ്ങൾ തുടങ്ങി 5 സുപ്രധാന പദ്ധതികളാണ് നടക്കുന്നത്. മന്ത്രിമാരുമായി എത്തിയ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ കഅബയ്ക്കകത്ത് പ്രാർത്ഥന നിർവഹിച്ചു. കഅബയുടെ മുകളിൽ കയറി വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ടു. പ്രാർത്ഥനകൾക്ക് ശേഷം മന്ത്രിമാരുമായി ചർച്ച നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. മീഡിയ 1 മക്ക. ദമാം അൽഹസയിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച 3 മലയാളികളിൽ ഒരാളുടെ മൃതദേഹം മറവ് ചെയ്തു. 2 പേരുടെ മൃതദേഹങ്ങൾ അടുത്ത ദിവസം നാട്ടിലെത്തിക്കും. മരിച്ച 3 പേരുടെയും നടപടികൾ പൂർത്തിയായി. പാലക്കാട് കൽമണ്ഡപം സ്വദേശി ഫിറോസ് ഖാന്റെ മൃതദേഹമാണ് ഇന്ന് അൽഹസയിൽ മറവ് ചെയ്തത്. മറ്റ് 2 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. ഇതിൽ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി സിയാദ് പൂവൻകുളം തോട്ടത്തിലിന്റെ മൃതദേഹം ഇന്ന് രാത്രി ഇത്തിഹാദ് എയർവേസിൽ നാട്ടിലേക്ക് അയക്കും. നാളെ പുലർച്ചെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. മരിച്ച 3ാമത്തെ ആൾ മൂവാറ്റുപുഴ സ്വദേശി അനിൽ തങ്കപ്പന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയായെങ്കിലും ഇദ്ദേഹത്തിന്റെ പേരിൽ വാഹനമുള്ളതിനാൽ ഇന്ന് എക്സിറ്റ് ലഭിച്ചില്ല. നാളെ ഇതുകൂടി പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ട്രെയിലറുമായി കൂട്ടിയിടിച്ച് അപകടം നടന്നത്. 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ദമാമിലെയും അൽഹസയിലെയും സാമൂഹ്യ പ്രവർത്തകർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. ഔദ്യോഗിക ജീവിതത്തിന് വിട നൽകി ദമാം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി നാട്ടിലേക്ക് മടങ്ങുന്നു. 4 പതിറ്റാണ്ട് നീണ്ട അധ്യാപന വൃത്തിക്കിടെ നീണ്ട 13 വർഷം ദമാം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു ഷാഫി. 9 വർഷം മുൻപ് ഏറ്റവും നല്ല അധ്യാപകനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ദേശീയ അവാർഡിന് അർഹനായിരുന്നു. 20ാം വയസ്സിൽ ആരംഭിച്ച അധ്യാപന വൃത്തിക്ക് ഇപ്പോൾ 44 വർഷത്തിന്റെ അനുഭവങ്ങൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാലയത്തിന്റെ തലവനായിട്ട് 13 വർഷം. പടിയിറക്കം അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങളുമായി. ഏകദേശം 19,000-ഓളം കുട്ടികളും 1000-നടുത്ത് സ്റ്റാഫും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും സപ്പോർട്ട് സ്റ്റാഫും എല്ലാം വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം വളരെ വിജയകരമായ രീതിയിൽ കഴിഞ്ഞ 13 വർഷം നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളത് തികച്ചും ചാരിതാർത്ഥജനകമായ ഒരു സംഗതിയാണ്. സ്കൂളിന്റെ വളർച്ചയും നിലവാരവും ഉയർത്തുന്നതിൽ സുപ്രധാനമായ പല തീരുമാനങ്ങൾക്കും മുഹമ്മദ് ഷാഫി നേതൃത്വം വഹിച്ചു. ഇത് സ്കൂളിനെ അക്കാദമിക് രംഗത്തും കായിക രംഗത്തും എതിരാളികളില്ലാത്ത സ്ഥിരം ജേതാക്കളായി നിലനിർത്തി. ഇന്ന് സൗദി അറേബ്യയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും ഏറ്റവും ഉയർന്ന അധ്യയന നിലവാരം പുലർത്തുന്ന സ്കൂളുമാണ്. അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ കാര്യങ്ങളിൽ സ്പോർട്സ്, ഗെയിംസ്, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, മറ്റ് പുറത്ത് നടക്കുന്ന കോമ്പറ്റീഷൻ, ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ,
ക്യൂസ് കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും നമ്മുടെ കുട്ടികൾക്ക് മികവ് പുലർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, എവിടെ ചെന്ന് അവർ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ളവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഉപരിയായി നമ്മുടെ കുട്ടികൾക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിച്ചു. മുഹമ്മദ് ഷാഫി കിഴക്കൻ പ്രവിശ്യക്ക് സ്കൂൾ പ്രിൻസിപ്പൽ മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിന്റെ മുഴുവൻ തലമുതിർന്ന രക്ഷാധികാരിയായി എന്നും മുന്നിൽ നിന്നു. സൗദിയിലെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലെയും സർക്കാരുകളുടെയും വിവിധ ഏജൻസികളുടെയും നിരവധി ബഹുമതികൾ കൂടി ഇദ്ദേഹത്തെ തേടിയെത്തി. നൗഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. മലപ്പുറം ജില്ലാ KMCC കമ്മിറ്റി ജിദ്ദയിൽ നടത്തിയ കായികോത്സവം സംഘാടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങളിൽ വള്ളിക്കുന്ന് വണ്ടൂർ മണ്ഡലം കമ്മിറ്റികൾ സംയുക്ത ജേതാക്കളായി. ജിദ്ദ മലയാളി സമൂഹത്തിന് ആവേശകരമായി അത്യന്തം വാശിയോടെ നടന്ന കായികോത്സവത്തിൽ 19 പോയിന്റുകൾ വീതം നേടിയാണ് KMCC വള്ളിക്കുന്ന് വണ്ടൂർ മണ്ഡലം കമ്മിറ്റികൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. 18 പോയിന്റുകൾ നേടി മങ്കട മണ്ഡലം 2ാം സ്ഥാനവും 15 പോയിന്റുകൾ നേടി വേങ്ങര മണ്ഡലം 3ാം സ്ഥാനവും നേടി. വിവിധ മണ്ഡലങ്ങളുടെ ബാനറിന് കീഴിൽ നൂറുകണക്കിന് കായിക പ്രേമികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റ് കായികോത്സവത്തിന്റെ മാറ്റുകൂട്ടി. KMCC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് PMA ഗഫൂർ സല്യൂട്ട് സ്വീകരിച്ചു. മാർച്ച് പാസ്റ്റിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് മങ്കട മണ്ഡലം 1ാം സ്ഥാനവും നിലമ്പൂർ, മഞ്ചേരി മണ്ഡലങ്ങൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. 100 മുതൽ 3000 മീറ്റർ വരെയുള്ള ഓട്ടമത്സരം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, പഞ്ചഗുസ്തി, കമ്പവലി, പെനാൽറ്റി ഷൂട്ടൌട്ട് തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. കായികോത്സവത്തിലെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് ഇല്ലാസ് മാട്ടിൽ വള്ളിക്കുന്ന് നേടി. KMCC സെൻട്രൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. നേരത്തെ MM കുട്ടി മൗലവി കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾസ് ഹയർ ബോർഡ് മെമ്പർ ഡാനിഷ് അബ്ദുൽ ഗഫൂർ മുഖ്യാതിഥിയായിരുന്നു. അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ ഇബ്ര, അബ്ദുറഹിമാൻ, സാദിഖ് പാണ്ടിക്കാട്, റിഷാൽ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, ജിദ്ദ. ഇൻകാസ് OICC ഖത്തർ സെൻട്രൽ കമ്മിറ്റി ദോഹയിൽ ഷുഹൈബ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഷുഹൈബിന്റെ ഓർമ്മയ്ക്ക് മരണമില്ലെന്നും ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സിൽ ഷുഹൈബ് എന്നും ഒരു തീക്കനലായി തുടരുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. 1 മിനിറ്റ് മൗനപ്രാർത്ഥനയോടുകൂടിയ സമ്മേളനത്തിൽ ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സമീർ ഏറാമല അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഖത്തർ കണ്ണൂർ ജില്ലാ സ്ഥാപക നേതാവ് നാരായണൻ കണ്ണൂരിനെയും യോഗത്തിൽ അനുസ്മരിച്ചു. ബഹ്റൈനിൽ പ്രവാസി മലയാളി പെയിന്റിംഗ് ജോലിക്കിടെ വീണു മരിച്ചു. കോഴിക്കോട് മേപ്പയ്യൂർ കാരയാട് കോളോത്തിൽ വീട്ടിൽ കരുണനാണ് ഇന്ന് വൈകുന്നേരം മരിച്ചത്. ഒരു വീടിന്റെ പെയിന്റിംഗ് ജോലിക്കിടെ കോണിയിൽ നിന്നും തെന്നി വീണായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് മരണം സംഭവിച്ചത്. മൃതദേഹം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അജ്മാനിൽ പട്ടാമ്പി ദേശോത്സവം നടന്നു. ഇമാറാത്ത് പട്ടാമ്പിയുടെ 3ാമത് കുടുംബസംഗമം കൂടിയായ ദേശോത്സവത്തിൽ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു. സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം. ചെണ്ടമേളം, ഒപ്പന, തിരുവാതിരക്കളി, മാർഗംകളി, സിനിമാറ്റിക് ഡാൻസ്, ഗാനമേള, മിമിക്സ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ മഹോത്സവത്തിന് മാറ്റുകൂട്ടി. VT ബൽറാം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2018 സഹിഷ്ണുതാ വർഷമായി ആചരിക്കാനുള്ള UAEയുടെ തീരുമാനം ഏറെ ആഹ്ലാദകരമാണെന്ന് VT ബൽറാം പറഞ്ഞു. മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സാലിഹ്, ഡോക്ടർ ഷീന ഷുക്കൂർ, അഷ്റഫ് താമരശ്ശേരി, ജമാൽ വട്ടംകുളം, ഗഫൂർ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ ഫുഡ് ബാങ്ക് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും കുടുംബസംഗമം രൂപം നൽകി. മീഡിയ 1, അജ്മാൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്.